ഹായ് ഫ്രണ്ട്സ്, ഈസി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ നീയ. ഇന്ന് നമുക്കൊരു പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും ഫംഗിസൈഡും പിന്നെ ഒരു മൈക്രോ ന്യൂട്രിയൻസും എല്ലാം കൂടി ചേർന്നൊരു ലിക്വിഡാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്ത് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് കിടക്കാം. ഈ കാണുന്നതാണ് ആ ലിക്വിഡ്. ഇത് തയ്യാറാക്കുന്നത് നമ്മൾ അരി കഴുകുന്ന വെള്ളം ഉണ്ടല്ലോ, അരി കഴുകുന്ന വെള്ളം നമ്മൾ കളയരുത്. അതൊന്ന് എടുത്തു വെച്ചേക്കുക കേട്ടോ. അത് എടുത്തു വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് നമ്മളൊന്ന് കലക്കി വെച്ച് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഫംഗിസൈഡായിട്ട് നല്ലൊരു ഇൻസെക്ടിസൈഡായിട്ടും ഒക്കെ ആക്ട് ചെയ്യുന്നതാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതൊന്ന് നമ്മൾ അടച്ച് വെച്ചിട്ടൊരു 3 മണിക്കൂറെങ്കിലും മാറ്റി വെച്ചേക്കാം കേട്ടോ. ഇനി ഒരു 3 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയെടുത്തിട്ട് നമുക്കിതൊരു അരിച്ചൊഴിക്കണം. വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. കാരണം ഇതിനകത്തേക്ക് നമുക്കിനി ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പാത്രത്തിലേക്ക് നമ്മളത് അരിച്ചൊഴിച്ച് കൊടുക്കുക. അരിച്ചൊഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്പ്രെയറിനകത്ത് ഒഴിക്കാനുള്ളതാണ് ലിക്വിഡ്. അതുകൊണ്ട് തരികളൊന്നും കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഇരട്ടി വെള്ളവും ചേർത്ത് കൊടുക്കുക. ഇരട്ടി വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നമ്മുടെ സ്പ്രേ ബോട്ടിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മെയിനായിട്ട് നമുക്ക് ഓർക്കിഡുകൾക്കാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ലത്. ഓർക്കിഡിൻ്റെ ലീവ്സിലും അതിൻ്റെ അടിയിലും, അതായത് ലീവ്സിൻ്റെ അടിയിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എസ്പെഷ്യലി നമ്മുടെ ഫെലനോപ്സിസിനൊക്കെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ മാസത്തിലൊരു വട്ടമായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. കീടങ്ങളൊക്കെ ഉള്ളത് പോയി കിട്ടും. എല്ലാ ചെടികൾക്കും അടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അരി കഴുകിയ വെള്ളം അതിനകത്തുള്ളത് കൊണ്ട് തന്നെ മൈക്രോ ന്യൂട്രിയൻസ്, അയണും എല്ലാം, മഗ്നീഷ്യവും എല്ലാം നമുക്ക് ആ ഒരു ലിക്വിഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് എല്ലാ രീതിയിലും ആക്ട് ചെയ്യുന്ന ഒന്നാണ്. കീടനാശിനിയായിട്ടും നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലിക്വിഡാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മാസത്തിലൊരു വട്ടം എല്ലാ ചെടികൾക്കും ഇതേ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ വളരെ നല്ലതാണ്. ഓവറായി പോകാൻ പാടില്ല കേട്ടോ. വെള്ളം നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം, അത് മറക്കരുത്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ ഇന്നത്തെ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.